നേതാക്കളുടെ ഒത്തൊരുമ കാണിക്കാൻ KPCC ഇന്ന് നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം മാറ്റി. കെ സുധാകരനും VD സതീശനും ദീപദാസ് മുൻഷിയും പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനം ഇന്ന് നടത്താനായിരുന്നു തീരുമാനം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി PV മോഹന് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് വാർത്താ സമ്മേളനം മാറ്റിയത്. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഈ പരിക്ക് സാരമുള്ളതാണോ? വിശദാംശങ്ങൾ എന്താണ്? ഈ ഐക്യം കാണിക്കാനുള്ള ഈ സമ്മേളനത്തിന്റെ അജണ്ട എങ്ങനെയായിരുന്നു? നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയിട്ട് കുറച്ചു നാളായി. KPCC പ്രസിഡന്റ് വിളിക്കുന്ന പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാറില്ല. പ്രതിപക്ഷ നേതാവ് വിളിച്ച മുന്നണി കക്ഷി നേതാക്കളുടെ യോഗമുണ്ട്. ആ യോഗത്തിൽ കെ സുധാകരനും പങ്കെടുത്തില്ല. അങ്ങനെ രണ്ട് നേതാക്കൾ തമ്മിൽ ഒന്നിച്ചിരുന്നിട്ട് ഇപ്പോൾ കുറച്ചു നാളായി. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നൊരു വാർത്താ സമ്മേളനമൊക്കെ നടത്തി ഒരു ഐക്യപ്രഖ്യാപനം നടത്താം എന്നുള്ളതായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ AICCയുടെ സെക്രട്ടറി ഉണ്ട്, PV മോഹനൻ, കേരളത്തിൻ്റെ ചുമതലയുള്ള ആളാണ്. ഇന്നലെ വൈകിട്ട് ഒരു അപകടം പാലായിൽ വെച്ചുണ്ടായി. അപ്പോൾ അവിടേക്ക് ഈ നേതാക്കന്മാർക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ടാകില്ല. പക്ഷേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കാം. തിരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറാണ് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്താം എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെന്തായാലും ഐക്യത്തോടെയല്ല കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്നലെ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ കൃത്യമായി തന്നെ നിലപാട് തുറന്നു പറഞ്ഞു. ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനാകില്ല എന്നുള്ളതായിരുന്നു ആ യോഗത്തിന്റെ ഒരു പൊതുവികാരം എന്ന് പറയുന്നത്. മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കാൻ വയ്യ എന്ന് ടി സിദ്ദിഖ് തുറന്നങ്ങ് പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും സമാനമായി തന്നെയുള്ള നിലപാട് പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതിയുടെ ഗൗരവം കളയരുത്, ഇടയ്ക്കിടയ്ക്ക് ഇത് ചേരണം, ഒരു മാസത്തിൽ ഒന്നെങ്കിലും ചേരണം എന്നുള്ളതായിരുന്നു ബെന്നി ബെഹനാന്റെ അഭിപ്രായം. അങ്ങനെ നേതാക്കന്മാരുടെ നിലപാട് പറഞ്ഞു പോയി. പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ദീപദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞു. ഇങ്ങനെയാണ് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ എനിക്ക് കേരളത്തിന്റെ ചുമതലയിൽ തുടരാൻ താല്പര്യമില്ല, ഞാൻ അങ്ങ് ഒഴിഞ്ഞു പൊക്കോളാം എന്നുള്ളതായിരുന്നു ദീപദാസ് മുൻഷിയുടെ നിലപാട്. അങ്ങനെ വലിയ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു യോഗമാണ് ഇന്നലെ കടന്നുപോയത്. ആ യോഗത്തിന് ശേഷം ഒടുവിലുണ്ടായ തീരുമാനം എല്ലാവരും ഒന്നിച്ചങ്ങ് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മൂന്നാം തവണയും സിദ്ദിഖ് പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു പൊതു തീരുമാനമെടുത്താണ് പിരിഞ്ഞത്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചൊരു വാർത്താ സമ്മേളനം ഇന്ന് വിളിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ വാർത്താ സമ്മേളനം ഇന്നുണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. മോദി. ശരി അമൽ, ഏതായാലും ആ വാർത്താ സമ്മേളനം ഇന്നുണ്ടാവില്ല എന്നാണ് അറിയുന്നത്.